കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് നമ്മളുള്ളത്. ഇവിടെ ജില്ലാ ആശുപത്രിയിൽ വന്ന് രോഗികളായിട്ടുള്ള നിരവധി പേർ പാവങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കുറിച്ച് കൊടുത്ത് അവർ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് മരുന്നില്ല. 4, 5, 6 മരുന്നുകൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് 1 മരുന്ന് 2 മരുന്ന് അതിൽ കൂടുതൽ കൊടുക്കാനില്ല. അപ്പോൾ പാവപ്പെട്ടവരായ രോഗികളടുത്ത് നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല, നിങ്ങൾ കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ പലരും ഭയപ്പാട് കൊണ്ട് അവർ പറയുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇനി ഞങ്ങൾ ഇവിടെ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ വന്നാൽ കിട്ടത്തില്ലയോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് നമ്മൾ ക്യാമറയായിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മരുന്ന് കിട്ടാറുണ്ടോ. പലരും ഭയപ്പെട്ട് പറയാറില്ല. മെഡിക്കലിൻ്റെ കോർപ്പറേഷൻ ഇവിടെ ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്ന കമ്പനികളെല്ലാം തന്നെ കഴിഞ്ഞ 5 ദിവസമായിട്ട് മരുന്ന് കൊടുക്കുന്നില്ല. അതിന് വേണ്ടുന്ന നടപടികൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രിയും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതിനു വേണ്ടുന്ന ആ മരുന്ന് കമ്പനിക്കാർക്ക് ആവശ്യമായ തുകകൾ കൊടുത്തുകൊണ്ട് എല്ലാ ആശുപത്രിയിലും മരുന്ന് എത്തിക്കാനുള്ള നടപടികൾ ക്രമങ്ങൾ ചെയ്യുക. ഇവിടെ പനി പോലുള്ള അസുഖത്തിന് പോലും മരുന്നില്ലെന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ കൈയും വായും കെട്ടിയിട്ടിരിക്കുകയാണ്. ഭയന്ന് വിറച്ചാണ് അവർ പറയുന്നത്, നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല, പറയാൻ അവിടെ എന്തുകൊണ്ടാണ്, എന്തൊക്കെ മരുന്നുകളുണ്ട്, ഏതൊക്കെ മരുന്നുകളില്ല, എന്തുകൊണ്ട് മരുന്നില്ലാത്തത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ മാഡം പറയുന്നത് നമുക്കത് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒന്നും മീഡിയ എടുത്ത് സംസാരിക്കരുതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരാരും തന്നെ നമ്മുടെ അടുത്ത് ഒരു വിവരം പറയുന്നില്ല. എത്ര മരുന്ന് കിട്ടി? ഒരെണ്ണേ എന്നുള്ളൂ. എത്ര മരുന്ന് എഴുതി തന്നായിരുന്നു? ഇതിനകത്ത് നോക്കുന്നു, എത്ര കിട്ടാണ്ട്? ഒന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഒരു മരുന്നേ കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയില്ല. കിട്ടിയില്ല. എത്ര മരുന്ന് കിട്ടി? അതിവിടെ ഇല്ലാത്തതാണ്. എത്ര മരുന്ന് കിട്ടാണ്ട്? 3 മരുന്ന് കിട്ടാൻ. എല്ലാ മരുന്നും കിട്ടിയില്ലല്ലോ. ഇല്ല. ബാക്കി വെളിയിൽ നിന്ന് എടുക്കാനല്ലേ പറഞ്ഞു? 3 കിട്ടാണ്ട്. എത്ര മണിക്ക് വന്ന കാലത്ത്? താമസിച്ചാ വന്നേ, 11 മണിക്കാണ്. മരുന്നുകളെല്ലാം വെളിയിൽ നിന്ന് അടിക്കാൻ പറഞ്ഞു. 2 മരുന്നേ കിട്ടിയുള്ളൂ. എത്ര മരുന്ന് കിട്ടി ഇവിടുന്ന്? 3. ബാക്കി ഇനി വെളിയിൽ നിന്ന് എടുക്കണം. എല്ലാ മരുന്നും ഇല്ല, നമ്മള് ചികിത്സിച്ചിട്ട് മരുന്ന് വെളിയിൽ നിന്ന് എടുക്കണം. മരുന്ന് ഇല്ല ഇവിടെ, പകുതി മരുന്നില്ല. ഇത്തരം ക്രൂരമായ നടപടികൾ നമ്മൾ എന്ത് തന്നെ ആയാലും പാവപ്പെട്ട ജനങ്ങൾ മരുന്ന് മേടിക്കുന്ന ആശുപത്രികളിൽ ആ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഈ ഇല്ലാത്ത മരുന്നുകൾ വെളിയിൽ എഴുതി കൊടുത്ത് വിട്ട് ഈ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറുകളും മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിലും പോയി മരുന്ന് മേടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് മരുന്ന് കമ്പനിക്കാർക്ക് കൂടെ പൈസ കൊടുത്ത് ഈ ആവശ്യ മരുന്നുകൾ, ജനങ്ങൾക്ക് വേണ്ടുന്ന ഈ ആവശ്യ മരുന്നുകൾ എത്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.